അത്രമേലിഷ്ടമായിരുന്നു. ആതിര കാറ്റിൻ്റെ കുളിരു പോലെന്നിൽ ചേർന്നിരുന്നവനായിരുന്നു. മാർച്ച് 8 വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ മിഥുന പബ്ലിക്കേഷൻസിന്റെ ഇത്തിരി നേരം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ആഴി പോലൊരു ജീവിതം. വീട്ടിലെ അമ്മയും ഉപ്പേനെ നോക്കാനാണ് ഇങ്ങനെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ 3 വീടുകളിലെ ജോലിയാണ് കിട്ടിയത്. 3 വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളും. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയൊന്നും അവർ നമുക്ക് തരൂല. ഒരു എന്താ പറയുക, ഒരു അടിമയെ പോലെയുള്ള ഒരു ജീവിതം. ചെറുപ്രായത്തിൽ തന്നെ സൗജത്തിന് പിതാവിനെ നഷ്ടമായി. പിന്നെ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. 3 മക്കളാണ്. പിന്നെ ഭർത്താവിൻ്റെ ജോലി ബിസിനസ് തകർന്നപ്പോൾ ഇവർ കുവൈറ്റിലേക്ക് പോയി. അവിടെ ഗദ്ദാമയായിട്ട് ഒരുപാട് കാലം ജോലി ചെയ്തു. വളരെ ബുദ്ധിമുട്ടി, ആട്ടും തുപ്പും കേട്ടിട്ട്. ടൈലർ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനത്തിലും ഇവർ സന്തോഷം കണ്ടെത്തുന്നു. കാരണം ഇവർ ജീവിതം അതിജീവിച്ച് വന്ന വനിതയാണ്. നിലമ്പൂർ കരുളായി മൈലാമ്പാറ സ്വദേശി സൗജത്ത്. ഈ ജീവിതത്തിലെ പ്രാരാബ്ധ തിരക്കുകൾക്കിടയിലും എഴുത്ത് അവർക്ക് ജീവനാണ്. NNSൻ്റെ ബോധി ബുക്സിലൂടെ ആഴി എന്ന പുതിയൊരു പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നു. ഉമ്മാൻ്റെ കഷ്ടപ്പാട് കണ്ടാണ് ഞാനും എൻ്റെ അനിയത്തിയും വളർന്നത്. എന്തൊക്കെ കൂലിപ്പണികളുണ്ടോ അതൊക്കെ എടുത്തിട്ടാണ് അമ്മ ഞങ്ങൾ 2 മക്കളെ പോറ്റിയത്. കാരണം ഞങ്ങളുപ്പ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പെൺകുട്ടികളെ വളർത്താൻ ഉമ്മ അനവധി പണികൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ തെറുപ്പൊക്കെ പഠിച്ചു. ഞാനും ഉമ്മയും അനിയത്തിക്കായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ 10-18 വയസ്സൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 3 മക്കളായി. ഭർത്താവ് ബിസിനസ്സിൽ പൊട്ടി നാട് വിട്ടു. 3 കുട്ടികളെയും കൊണ്ട് ഞാനും ഉമ്മയും വീണ്ടും ജീവിതത്തിൻ്റെ മുന്നിൽ പതിച്ചു നിന്ന ഒരു സമയം. ചെയ്യാൻ ബാക്കിയുള്ള പണികളൊന്നുമില്ല. ഒരു തയ്യൽ പഠിക്കാൻ പോയി. തയ്യൽ പഠിച്ചു. ഒരു അച്ഛൻ്റെ ആശ്രമത്തിൽ പാചകക്കാരിയായി. പിന്നെ ഒരുപാട് ഹോം നേഴ്സിങ്ങിന് പോയി. ഒരുപാട് വീടുകളിൽ, പല വീടുകളിൽ ഹോം നേഴ്സിന് പോയി. പല ആളുകളെയും കണ്ടു. പല നല്ല മനുഷ്യരെയും. നമ്മൾക്ക് മനുഷ്യന് ഇത്രമാത്രം മോശമാകാമോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒടുവിൽ ഇവിടെയൊന്നും നിന്നിട്ട് തികയില്ല, മക്കളെ പോറ്റാൻ തികയില്ലാന്ന് തോന്നിയപ്പോൾ മക്കളെ ഉമ്മാൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഞാൻ മസ്കറ്റിലേക്ക് പോയി. അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് ബുദ്ധിമുട്ട്. അവിടെ ഒരു വീട്ടിലെ അമ്മയും ഉപ്പേനെ നോക്കാനാണ് ഇങ്ങനെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ 3 വീടുകളിലെ ജോലിയാണ് കിട്ടിയത്. 3 വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളും. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയൊന്നും അവർ നമുക്ക് തരൂല. ഒരു എന്താ പറയുക, ഒരു അടിമയെ പോലെയുള്ള ഒരു ജീവിതം. അങ്ങനെ അവിടെ 2 കൊല്ലം തള്ളി നീക്കി. ആ സമയത്ത് ഞാൻ മക്കളെ കുറിച്ച് ഓർക്കും. മക്കൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്, ഉമ്മ എങ്ങനെയാണ് അവരെ പോറ്റണമെന്നുള്ള ഇതിൽ. അപ്പോൾ ശമ്പളമൊക്കെ വെട്ടിച്ചുരുക്കിയാണ് അവരെനിക്ക് തന്നത്. വളരെ സങ്കടമായിരുന്നു അത്. നമുക്ക് കിട്ടുന്ന ശമ്പളം കുറച്ച് തരിക എന്ന് പറയും. നമ്മൾ ആഗ്രഹിച്ച് പോണ ശമ്പളത്തിൽ നിന്ന് കുറച്ച് കിട്ടുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. എന്തായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ മാർഗം എഴുതുക എന്നുള്ളതായിരുന്നു. എഴുത്ത് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചതല്ല. പക്ഷേ അറബി കുട്ടികൾ വഴക്കുണ്ടാക്കുമ്പോൾ കീറി വലിച്ചെറിയുന്ന പേപ്പറുകൾ ഞാൻ ഉള്ളി പെറുക്കി കൂട്ടും. എൻ്റെ മക്കളിവിടെ നാട്ടിൽ നോട്ട് ബുക്കില്ലാതെ കഷ്ടപ്പെടുന്നൊരു കാലം ഞാൻ ഓർക്കും. ആ നോട്ട് ബുക്കിൻ്റെ താളുകൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാനത് പെറുക്കി വെച്ചു. പിന്നെ എന്തോ എനിക്ക് തോന്നി ഞാനൊന്ന് എന്തെങ്കിലും എഴുതിയാലോ. പണ്ടേ പാട്ടിനോടും കഥകളോടും ഒക്കെ വലിയ ഇഷ്ടമാണ്. അധികം വായന ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ദാരിദ്ര്യമായിരുന്നല്ലോ, കൊടിയ ദാരിദ്ര്യം. പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. ഏത് സമയത്തും ജോലി തന്നെയായിരുന്നു. ഞാനും എൻ്റെ ഉമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ നല്ല നിലയിൽ എത്തിച്ചത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്താ എഴുതുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഇരുന്ന് എഴുതും. 3 വീട്ടിലെ ജോലി തീരുമ്പോഴേക്ക് രാത്രി 11 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു കുടിസുമുറിയാണ് കിടക്കാൻ കിട്ടിയത്. അവിടുത്തെ പഴയ സാധനങ്ങളൊക്കെ ഇടുന്ന ടെറസിലേക്ക് ഇറങ്ങുന്ന റൂം. അപ്പം ഞാൻ നേരെ ടെറസിലേക്ക് ഇറങ്ങും രാത്രി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും നിലാവിൻ്റെയും ഒക്കെ വെട്ടത്തിലാണ് ഞാൻ അവിടെ ഇരുന്ന് എഴുതിയത്.
വരുമ്പോഴേക്ക് ഒരു 300 പേജോളം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല, എഴുതുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരി സൗജത്തിൻ്റെ മകൻ്റെ ഭാര്യയാണിത്. അപ്പോൾ വനിതകൾക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചോദ്യം അവർക്ക് വിട്ടുകൊടുത്തത്. ഇത് എൻ്റെ ഉമ്മയാണ്, ഉമ്മാൻ്റെ മരുമോളാണ്. ഉമ്മ സ്പർശം എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുമുണ്ട് ആ നോവൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള നോവൽ തന്നെയാണ് അത്. പക്ഷെ അത് എഴുതാനുള്ള സാഹചര്യം എനിക്ക് അറിയൂല. പറഞ്ഞു സാഹചര്യം മസ്കറ്റ് പോയ കഥ പറഞ്ഞല്ലോ. അവിടെ ഇരുന്ന് അറബി കുട്ടികൾ വലിച്ചെറിയുന്ന പേപ്പർ പെറുക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനത് വിഷമവും മക്കളെയൊക്കെ എൻ്റെ ഭർത്താവ് അടക്കമുള്ള എൻ്റെ മക്കളെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ആ വിഷമം താങ്ങാൻ ഒരു അമ്മയെന്ന നിലയ്ക്ക് ഞാൻ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ എനിക്ക് എഴുത്തിനോടും പാട്ടിനോടും അന്നും ഭയങ്കര താല്പര്യമാണ്. അപ്പം അന്ന് ഞാൻ ആ അറബി കുട്ടികൾ വലിച്ചെറിഞ്ഞ ആ പേപ്പറുകൾ പെറുക്കി കൂട്ടിയതെടുത്ത് ഞാൻ വെറുതെ ഓരോന്ന് എഴുതി എന്താ എഴുതണമെന്നൊന്നും അറിയില്ല അമ്മക്ക്. അങ്ങനെ അത് എഴുതി തിരിച്ചു പോന്നപ്പോൾ അത് കൊണ്ടുപോന്നു. 10 കൊല്ലം 2006 ഉമ്മ തിരിച്ചു വരുന്നത്. 2016 വരെ ഞാൻ ആരും കാണാതെ അത് സൂക്ഷിച്ചു വെച്ചു. പിന്നീട് അത് നമുക്ക് പരിചയമുള്ള ഒരാളെ പുസ്തകം കിട്ടി, മനോജ് വെങ്ങോല എന്ന് പറയാം. അയാളുടെ പുസ്തകം കിട്ടിയപ്പോൾ ആ നമ്പറിൽ അത് പ്രസിദ്ധീകരിച്ച പ്രസാധകരെ ഒന്ന് വിളിച്ചതാണ്. അപ്പം അതൊരു ഭാഗ്യം. അവിടുത്തെ ആൾ ആ നോവൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനത് തിരുത്തി എഴുതി, ചെറിയ പേപ്പറുകൾ എഴുതിയതുള്ളത് നല്ലൊരു പേപ്പറിലേക്ക് പകർത്തി ഞാനത് അയച്ചു കൊടുത്തു. അത് ഒറ്റ മാസം കൊണ്ട് സ്പർശം എന്നുള്ള ഒരു പേരിൽ വന്നപ്പോൾ എന്താ അവർക്കത് ഇഷ്ടപ്പെട്ടു. അത് വായിച്ച ആ ആളുകൾക്ക്, ആ പ്രസാധകർക്ക് അത് ഇഷ്ടപ്പെട്ടു. അതൊരു നോവലായിട്ട് സ്പർശം നോവലാണ് പേരിട്ടത്. അങ്ങനെ അത് പുറത്തിറങ്ങി. എഴുത്തിനെ ശരിക്കും പ്രണയിക്കാനുള്ള എന്താ കാരണം? എഴുത്തിനെ പ്രണയിക്കാൻ പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എഴുത്തിനോട് ഇഷ്ടമാണ്, പാട്ട് എഴുതുക, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ സാഹചര്യം നമുക്ക് അതിനൊന്നും അവസരം ഒരുക്കിയില്ല. പിന്നെ എഴുതിയ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, അവിടുന്ന് എഴുതി ഇവിടെ വന്നു, അത് സ്പർശമായി. അതിന് ശേഷം പിന്നെ വായനക്കാരുടെ നിരന്തരമായ പ്രോത്സാഹനം. ഇങ്ങനെയാണ് കാവൽ എന്നുള്ള നോവൽ 2018 ഇറങ്ങുന്നത്. അത് എല്ലാവരും സ്വീകരിച്ചു. 2018 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2026 ഞാൻ പുതിയ നോവൽ ആഴി, അത് കുറച്ചും കൂടി ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങി. ഈ കഴിഞ്ഞ 8-ാം തീയതി കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതിയാണ് അത് പ്രകാശനം ചെയ്തത് നമ്മൾ അജിത്രി ടീച്ചർ. അത് ആളുകൾ നന്നായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ വനിതാ ദിനത്തിൽ സ്ത്രീകൾക്കായിട്ട് ഇനി എന്താ അവരോട് പറയാനുള്ളത്? വനിതാ ദിനത്തിൽ സ്ത്രീകൾക്കായിട്ട് പറയാനുള്ളത് തന്നെയാണ്, പരീക്ഷണങ്ങൾ നമുക്ക് ധാരാളം വന്നുകൊണ്ടേയിരിക്കും, മനുഷ്യനല്ലേ. പക്ഷെ നമ്മൾ അതിജീവിക്കണം, കരുത്തോടെ നമ്മൾ അതിജീവിക്കണം. അതിനെ നമുക്ക് പരീക്ഷണങ്ങൾ എത്ര നേരിട്ടാലും നമ്മൾ അതിനെ അതിജീവിക്കണം. കരുത്തോടെ മുന്നോട്ട് പോകണം, തളർച്ചയില്ലാതെ മുന്നോട്ട് പോകണം. എന്ത് വന്നാലും നേരിടണം എന്നുള്ള ഒരു കരുത്ത് അപ്പം നമ്മുടെ മനസ്സിൽ കിട്ടും. അങ്ങനെ മുന്നോട്ട് വന്നാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ആരുടെ മുന്നിലും നമ്മൾ തല ഉനിക്കേണ്ടി വരില്ല. അല്ല, ഈ 5-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറഞ്ഞു താങ്കൾക്ക്. അപ്പോൾ എങ്ങനെ ഈ ആളുകളായിട്ടൊരു ഇടപഴക്കമുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരു സ്റ്റേജിൽ കയറുമ്പോൾ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ പാട്ട് പാടാൻ, കവിത ചൊല്ലാൻ, പിന്നെ അതിന് ശേഷം താങ്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസപരമായിട്ട്? വിദ്യാഭ്യാസം പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു ഞാൻ. 5-ാം ക്ലാസ് വരെ തന്നെയും 2-ാം ക്ലാസ് തൊട്ട് എല്ലാ ഇതിലും പാട്ടൊക്കെ പാടും, ലളിതഗാനം പദ്യങ്ങളൊക്കെ പാടിയും സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ ഉമ്മാൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഉമ്മാൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് പഠനം നിർത്തിയതാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം ഉള്ളിലത് എന്നും കനലായിട്ട്, അക്ഷരങ്ങളെന്നും ഉള്ളിൽ കനലായിട്ട് കിടന്നു. അത് ചിലപ്പോൾ പാട്ടുകളായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ അടുത്തിൻ്റെ അത്രമേൽ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞൊരു പാട്ട് റിലീസായിട്ടുണ്ടായിരുന്നു, ഒരു കവിതയായിട്ട് എഴുതിയത്. ആയിക്കോട്ടെ, 2 വരി പാടി കൊടുക്കുക. വളരെ മോശം, നല്ല 2 വരിയല്ലേ. അത്രമേലിഷ്ടമായിരുന്നു ആതിര കാറ്റിൻ്റെ കുളിരു പോലെന്നിൽ ചേർന്നിരുന്നവനായിരുന്നു. എനിക്ക് പാടുന്നപ്പോൾ തോന്നുന്നു. ഈ എഴുത്തുകാരിക്ക് ഒരുപാട് ജനസമ്മതിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരുപാട് പുരസ്കാരങ്ങൾ. ഇത് വായിച്ചിട്ട് സ്പർശ ആവശ്യപ്പെട്ടവരുണ്ട്. കത്തിത്തീരാതെ അവൾ ജ്വലിക്കുന്നു. ഇത് വെറും 5-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള കെ സൗജത്ത് എഴുതിയതാണ്. 2026 ഫെബ്രുവരി 8 തന്നെയാണത് പ്രകാശനം ചെയ്തത്.
അപ്പോൾ ഇനിയിപ്പോൾ ഈ പുസ്തകം ആളുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഓടിയിട്ടും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മല വീടാണിത്. ഉമ്മാന്റെ വീടാണ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ നമുക്ക് വീടുണ്ടല്ലോ താമസിക്കാൻ. ഇതിന്റെ സുൽത്താന്റെ പേരെന്താ പറഞ്ഞെടുക്കും? മുഹമ്മദ് സമാൻ. ഉറക്കെ പറയും, ശബ്ദം. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സ്വയം ജീവിതം തുന്നിക്കൂട്ടുമ്പോഴും ഇവർ മല പോലെ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കുന്നിക്കുരുവോളമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ.